നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മുടെ ചന്ദ്രശേഖർ INTUC സംസ്ഥാന പ്രസിഡന്റ്, അദ്ദേഹത്തിന് പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ ഒടുവിൽ ഇന്നലെ രാത്രി വൈകിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുത്തത്. കാര്യം ഇന്ന് കൊടുത്തേ പറ്റില്ല. 2-ാം തീയതി ഹൈക്കോടതിയിൽ അത് നിർബന്ധം പിടിച്ചിരുന്നു. ചന്ദ്രശേഖർ പത്രസമ്മേളനം നടത്തി എങ്ങനെ പ്രതികരിച്ചു? പത്രസമ്മേളനം നടത്തിയിട്ട് പുള്ളി ഒഴിഞ്ഞു മാറിയത്. ഞാൻ വളരെ കുറച്ച് കാലം 3 വർഷം മാത്രമേ ചെയർമാനായിരുന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ മോട്ടിച്ചു. പക്ഷേ എല്ലാവരും എന്നെയൊക്കെ ഈ രതീഷ് എന്ന് പറഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പേ അത് MD തന്നെയാണ്. ചന്ദ്രശേഖരന്റെ കാലത്ത് അതിന് മുമ്പ് അത് MD ആണ്. രതീഷ് ആയിരുന്നു അവിടുത്തെ പ്രധാന കള്ളൻ. രതീഷ് ഈ മോഷണ കലയിൽ മിടുക്കനായതുകൊണ്ട് ഇവർ തമ്മിൽ വകയിൽ അളിയന്മാരാ. ഞാൻ നേരത്തെ ഓർത്ത് തന്നെ സ്വന്തം അളിയനാണ്. വകയിൽ ബന്ധുക്കളാണ് അളിയന്മാരാ. അതാണ് കാര്യം. അപ്പം ഈ അളിയനെ കൂടി കൊണ്ടുവന്ന് അളിയനെ ഒരിടത്ത് വന്നാലും മത്സരിക്കത്തില്ലല്ലോ, ജയിക്കത്തില്ലല്ലോ, സീറ്റ് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് അളിയൻ ഇച്ചിരി ചില്ലറ ഉണ്ടായിക്കൊണ്ട് ഓർത്തോണ്ട് അളിയ ഞാൻ ഇത്ര ഉണ്ടാക്കുന്നുണ്ട്, നീയും കൂടെ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഇരുത്തിയതാണ്. അപ്പം യഥാർത്ഥ ആസൂത്രകൻ എന്ന് പറയുന്നത് ഈ രതീഷാണ്. ഈ രതീഷ് ഇപ്പോഴും 2 സ്ഥാപനം, ഒരു സ്ഥാപനത്തിൽ MD, ഒരു സ്ഥാപനത്തിൽ സെക്രട്ടറിയാണ്. ഈ 2 വകുപ്പിന്റെ തലവൻ മുഖ്യമന്ത്രിയാണ്, ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. അത്ര സ്വാധീനം രതീഷിനുണ്ടെന്ന്. 67 വയസ്സായി പുള്ളിക്ക്. അതെയോ? 67 വയസ്സായി. എന്നിട്ടാണ് സെക്രട്ടറി സർക്കാർ സേവിച്ച് പുള്ളി തീരുന്നില്ല, ഇപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുകയാണ്. 67 വയസ്സായി. എന്നിട്ട് അനക്കാൻ പറ്റിയിട്ടില്ല. ഇത്രയധികം അഴിമതി ഇങ്ങനെ ചില ആളുണ്ടല്ലോ, ഇവരൊക്കെ നമ്മൾ കരുതാത്ത അജ്ഞാത ശക്തികൾ ചിലരൊക്കെയാണ് ഇവരൊക്കെ പ്രൊട്ടക്ട്. ഈ CM രവീന്ദ്രനെ ഇപ്പോഴാണ് റിട്ടയർ ചെയ്യുന്നത്. 40 വർഷത്തിന് ശേഷം 46 80 വന്നതാണ്. ആലോചിച്ച് നോക്കി. ഇപ്പോഴെടുത്തിട്ടില്ല പ്രതിപക്ഷ നേതാവിനെ. കാരണം അത്രയായി. ഇത്രയും കാലം തുടർച്ചയായിട്ട് സർക്കാർ സർവീസിൽ അയാൾ കരുതി എത്ര രൂപ പെൻഷൻ വാങ്ങുന്നുണ്ടായിരിക്കും ഇപ്പോൾ? അല്ല, ആലോചിച്ച് നോക്ക്. ഒരു 80 വന്ന ഇയാളെ PV കുഞ്ഞിക്കണ്ണാണ് ഇയാളെ കൊണ്ടുവന്നത്. കുഞ്ഞിക്കണ്ണൻ പിന്നെ രാഷ്ട്രീയ CPM ഒന്നുമല്ലാതായെന്ന് മാത്രമല്ല, അദ്ദേഹം പാർട്ടിയിൽ നിന്നും പുറത്തായി. അദ്ദേഹത്തെ വോട്ട് ചെയ്യാൻ പണ്ടത്തെ മകൾ വരുന്നത് തെറി വിളിക്കുകയും ചെയ്താണ് CPM. പക്ഷേ CM രവീന്ദ്രൻ കൊണ്ടുവന്ന ആശാനക്കാളും കടത്തി കാട്ടി അധികാരത്തിൽ ഇരുന്ന് മുന്നോട്ട്. ഇങ്ങനെ ചില ആൾക്ക് 10ാം ക്ലാസ് പോലും പാസ്സായിട്ടില്ല. അതെ, ഈ CM രവീന്ദ്രൻ സത്യം പവർ 2006 കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ ഇയാളായിരുന്നു സെക്രട്ടറി ആയിരുന്നത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, പിണറായി വിജയൻ പല സമയത്തും പല കാര്യങ്ങൾക്കും പ്രമുഖരെ വിളിക്കും. അപ്പം രാജ്മോഹനാണെങ്കിൽ രവി വിളിക്കും, ഒന്ന് ഡീൽ ചെയ്തേക്കണം, ഇത്ര പറയത്തുള്ളൂ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ യൂണിയൻ ഭാരവാഹികൾ പുള്ളി ചടങ്ങിന് വിളിക്കാൻ ചെന്നാലും കാര്യം പറഞ്ഞിട്ട് അത് രവിയുടെ പറഞ്ഞോളൂ. പുള്ളി ഡേറ്റ് ഒക്കെ നോക്കണമല്ലോ. രവി നിലയല്ല, ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു വിളിക്കുന്നത് ഇദ്ദേഹമായിരിക്കും. രവീന്ദ്രൻ ആ പവർ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ഈ അധികാര കേന്ദ്രങ്ങളിൽ എല്ലാം. 67 വയസ്സാണ് ഷോക്കിങ് കേട്ടോ. ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. അപ്പോൾ എന്തായാലും ഈ ചന്ദ്രശേഖർ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് ചന്ദ്രശേഖർ ഒരു നല്ല വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം ഇന്നലെ നേഴ്സുമാരുടെ പ്രശ്നം ചർച്ച ചെയ്തതാണ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനിന്ന് രാവിലെ ആദ്യം ചെയ്ത വീഡിയോ നിരാശയുടെയാണ്. എന്നുവെച്ചാൽ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, ഞാൻ ഈ നേഴ്സുമാരുടെ സമരത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടതെന്ന് വെച്ചാൽ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിയോടുള്ള ഇഷ്ടം കൊണ്ടും ഒന്ന്. 2, ഈ നേഴ്സിംഗ് കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെയൊരു ഉണ്ട്. ഇത് ഈ ജാസ്മിൻ ഷായും കൂട്ടരുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ ഇവരൊരിക്കലും ഇപ്പം ഞാൻ പറഞ്ഞ അൺഎയ്ഡഡ് സ്കൂളിൻ്റെ അവസ്ഥ അതിദയനീയമാണ്. അതെ, കേരളത്തിലിപ്പം ഞാൻ പറഞ്ഞ ചില അൺഎയ്ഡഡ് സ്കൂളുകൾ മാത്രം സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളിയിലൊരു സെൻറ്റ് ആൻ്റണീസ് പറഞ്ഞ സ്കൂളുണ്ട്. സെൻറ്റ് ആൻ്റണീസ് പഴയ സ്കൂളാണ്, നല്ല സ്കൂളാണ്. അവർ ഈ ബ്രില്യൻസായിട്ടൊക്കെ ചേർന്ന് അവരുടെ ഈ ഇതൊക്കെ ചെയ്യുന്നത് അൺഎയ്ഡഡ് ആണ്. അവരുടെ ശമ്പളം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ശമ്പളത്തിന് ആ ശമ്പളം കൊടുക്കും. ബാക്കി എല്ലാ അൺഎയ്ഡഡ് സ്കൂളിലുള്ള പോലെ തന്നെ അമിത വർക്കും അമിത പീഡനവും ഒക്കെ അവിടെയും കാണും. ഈ ലേബർ കോടതിയിൽ ഏറ്റവും അധികം വന്നിട്ടുള്ള കേസുകൾ ഇത്തരം സ്കൂളുകളിലെ അൺഎയ്ഡഡ് സ്കൂളിൽ അധ്യാപകരാണ്. അല്ല, ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ ശമ്പളം. പക്ഷേ മിക്ക അൺഎയ്ഡഡ് സ്കൂളിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 10,000, 15,000, 20,000 താഴെ ശമ്പളം. അത് പലരും പറയാറുള്ളത് ഈ വലിയ സമ്പന്നമായ കുടുംബങ്ങളിലെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികൾ, ഇപ്പോൾ BEd ഒന്നും കഴിയാത്തവർ പോലും അവർക്ക് നേരം പോക്കിന് വേണ്ടി ജോലി ചെറിയൊരു പ്രചോദനം കൊടുക്കുക, അവർ പിന്നെ പഠിപ്പിക്കും. പക്ഷേ അതുപോലെ ചൂഷണം നടന്ന ഒരു ഏറിയായിരുന്നു നഴ്സിംഗ്. അപ്പം ഈ സ്കൂളിലത് പിന്നെയും ജീവിക്കാൻ വേണ്ടിയല്ല പലരും, ജീവിക്കാൻ വേണ്ടി പോകുന്ന ഈ നേഴ്സുമാരുടെ 4 വർഷം പഠിച്ചിട്ട്. നമ്മുടെ ഒരു ബൈറ്റിൽ ഒരു നേഴ്സിനെ കണ്ടത് അവർ പറഞ്ഞ ശമ്പളം അത്ര വന്ന് കയറി കിട്ടിയ ശമ്പളം 28 വർഷമായിട്ട് അവർ കിട്ടുന്ന 43,000 രൂപ. അപ്പം ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ നേഴ്സുമാരുടെ ഭൂരിപക്ഷവും ക്രിസ്ത്യാനികളാണ്. അപ്പം ഞാൻ ഈ ജാസ്മിൻ ഷായോട് വളരെ ദീർഘമായിട്ട് അടുത്തിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ ആരോഗ്യമൊക്കെ നശിച്ചുപോയി. എന്ന് വെച്ചാൽ അയാൾ 500 അയാളുടെ പ്രമേഹം. ഇൻസുലിൻ എടുത്ത് വെച്ചിരിക്കുകയാണ്, ശരീരത്തിലൊരു സാധനം കെട്ടിവെച്ചിട്ട് എപ്പോഴും കുത്തിവെച്ചിരിക്കുക. എപ്പോഴും ഈ പ്രമേഹം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇത്ര കുറഞ്ഞ പ്രായത്തിൽ, ഈ പ്രായത്തിൽ. അതായത് ഇതിൻ്റെ സ്ട്രെസ് എന്താണെന്നറിയോ? നമ്മൾ ഈ 109 ദിവസമായി
ഇന്ന് തൃശ്ശൂരിലെ സമരം. ഈ സമരത്തിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അത് നിരന്തര യാത്രയല്ലേ, നിരന്തരം ഇതിന് പോകണം. അന്ന് രാത്രി ഇവർ അവിടെ ബിഷപ്പ് ഹൗസിൽ പോയപ്പോൾ തന്നെ തിരൂർ അവിടെ നിന്ന് ആൾ രാത്രി അല്ല, നിരന്തര യാത്ര, ഭക്ഷണം ഹോട്ടലിൽ നിന്ന്. അയക്ക് പ്രമേഹം അസുഖം ഇല്ലാത്തപ്പോൾ ഫ്രോസൺ ഷോൾഡർ, കൈ പകുതിയെ പൊക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഫിസിയോതെറാപ്പി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയോ ഇപ്പോൾ. പക്ഷേ അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞു എവിടെ നേരം കിട്ടുന്നത്. അപ്പോൾ ഇന്നിപ്പം എൻ്റെ ഫിസിയോതെറാപ്പി എന്ന ഡോക്ടർക്ക് ഇടിച്ചു പോയപ്പം ഇയാളുടെ കൈ 90 ഡിഗ്രി താഴെയായി, പൊങ്ങത്തില്ല. എൻ്റെ കൈ നന്നായിട്ട് പൊങ്ങും, കാരണം ഫിസിയോതെറാപ്പി നേരമില്ല. അതായത് ഇയാളുടെ ആരോഗ്യം ക്ഷയിച്ചു. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതുപോലെ സ്ട്രെസ്സാണ്. എന്നിട്ട് ഈ കേസും കുസ്തിയും കേസ്, ഒരു വശത്ത് ഇഡിയുടെ കേസ്, മറുവശത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ കേസ്. ഒരു അഴിമതി നടത്താനാണ് ഇഷ്ടംപോലെ അഴിമതി സ്കോപ്പുണ്ട്. അതൊന്നും അയാൾ ചെയ്തിട്ടില്ല ഇന്നേ വരെ. ആദ്യകാലത്തൊക്കെ അയാൾ പറഞ്ഞ് ഈ സമരത്തിനൊക്കെ ചെന്ന് ചർച്ച പോകുമ്പോഴത്തേക്കും ചർച്ച കഴിയുമ്പോൾ ഹോസ്പിറ്റലിൽ മുതലാളിമാർ കൊണ്ട് കാശ് തരും, ഊട്ടിക്കുമായിരുന്നു പറഞ്ഞു. അല്ല, നിങ്ങൾക്കൊരു സ്ഥാപനമൊക്കെ നടത്തേണ്ടതല്ലേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇയാൾ ഈ നേഴ്സുമാരെ വേണ്ടി അവരുടെ ജീവിതം മാറ്റിവെച്ച് ആൾ നടന്നിട്ട് ഇയാൾ ജിഹാദി, അയാൾക്ക് അങ്ങനെ ഒരു മുസ്ലിമാണ്, മുസ്ലിം വിരോധമില്ല, അല്ല അയാളൊരു മുസ്ലിമാണെന്നല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും അങ്ങനെ ഒരു ജീവിക്കുന്ന ആളെയല്ല. ഞാനിപ്പോൾ ഓർക്കുന്നു തൃശ്ശൂർ സമ്മേളനം നടക്കുമ്പോൾ പുള്ളിയുടെ പ്രസംഗം നടക്കുമ്പോൾ ബാങ്ക് വിളിക്കുകയാണ്. പുള്ളി പ്രസംഗം ചോദിക്കുക, ഞാൻ എണീറ്റ് എന്നിട്ട് നിർത്തി വെക്കേണ്ട, എന്നോട് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞു നിർത്തുന്നത് അത്രയ്ക്കും, അതായത് അയാൾ മതവിരോധിയൊന്നുമല്ല അയാൾ, പക്ഷേ കമ്മ്യൂണിറ്റിയിലെ അങ്ങനെ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇസ്ലാമിക ജീവിത രീതിയുള്ള ആളൊന്നുമല്ല. എന്ന് മാത്രമല്ല ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇവിടെ ഈ നേഴ്സുമാരൊന്ന് സമരം നടത്തി ബിഷപ്പ് ഹൗസിലേക്ക് പോയല്ലോ. അപ്പം വിശ്വാസികളെ ഇളക്കാനൊരു ശ്രമം നടത്തി. ജിഹാദി എന്ന് പറഞ്ഞ് കണ്ടിക്കുവാണല്ലോ. അപ്പം ഞാൻ ജാസ്മിനോട് നീ അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനം ബിഷപ്പ് ഹൗസ് അതിന് കുറേ പേര് വന്നപ്പോൾ കാണുന്ന കാഴ്ച എന്നാന്നറിയോ, ഈ നേഴ്സുമാരെല്ലാം അങ്ങോട്ട് നിരന്നിരുന്ന് കൊന്നു ചെല്ലുക വൈകുന്നേരമായപ്പോൾ. അപ്പൊ ഈ വന്നവരും കൂടി ഈ കൊന്തയുടെ പ്രത്യേകത വെച്ചാൽ കൂടുതലും ക്രൈസ്തവരാണല്ലോ വരുന്നത്. ഇവർ പറഞ്ഞിട്ട് ഇവരെ തടയാൻ വന്നവരാ, പക്ഷേ ഇതിന് പ്രശ്ന വിശ്വാസികളാണല്ലോ. ഇപ്പൊ സ്വർഗസ്നാ പിതാവേ അങ്ങനെ നാം പൂജിതമാണെന്ന് ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ കുറച്ച് ഭാഗം ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ബാക്കി സമൂഹമാണ് ചെല്ലുന്നത്. അപ്പോൾ ഈ സ്വർഗസ്നാ പിതാവേ അങ്ങനെ നാം പൂജ, അങ്ങനെ രാജ്യം, അങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ എന്ന് ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു അന്നു വേണ്ടി ആഹാരം ഞങ്ങൾക്ക് കയറണേ പറഞ്ഞ് ഞങ്ങൾ തുടങ്ങും. അതിപ്പോൾ തടയാൻ വന്നവരും അപ്പത്തെ സാധനം എടുത്ത് അന്നു വേണ്ടി ആഹാരം ചൊല്ലി. അപ്പോൾ ഭയങ്കര പണിയായി പോയി. അവർ നോക്കുമ്പോൾ ഇവിടെ കൊന്ന കൂട്ടത്തോടെ കൊന്ന ചെല്ലുന്നു. ഇത് സമരക്കാരനാര് പിടിച്ചുവെച്ചാൽ മനസ്സിലാവില്ല. അസം പിണറായിയുടെ മെച്ചം ജാസ്മിൻ പറയുന്നത്, പിണറായിയുടെ കാലത്തൊക്കെ മാനേജ്മെൻറ്റ് മിണ്ടത്തില്ല. ആരെ ബഹളം വെച്ചപ്പോൾ ഇവിടെ ഞാൻ സംസാരിച്ചോളാം, ഞാൻ ഒരാളെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു ചർച്ച. അപ്പോൾ പുള്ളി പറഞ്ഞു ബഹിഷ്കരിച്ചോ, പിന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വാതിൽക്ക് വന്ന് ഒരു അപ്പോയിൻമെൻറ്റിനോട് കാത്തു നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അല്ല, അക്കാര്യത്തിലൊക്കെ പിണറായി ഒരു രക്ഷയില്ല. ഇവിടെ ഇവന്മാർ ഭയങ്കര ബഹളം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മന്ത്രിമാർ മുരളീധരനുണ്ട്, ബിന്ദു കൃഷ്ണയുണ്ട്, എല്ലാവരും ഉണ്ടെങ്കിൽ ഇവർക്കൊന്നും സ്ട്രോങ് ആയിട്ട് ഈ അച്ഛന്മാരോട് ഇവർക്കെല്ലാം ഈ ക്ലർജിയെ പേടിയാണ്. എന്നിട്ട് ഇവർ കള്ളം പറഞ്ഞ ജിഹാദിയാണ്, മറ്റെന്താണ് അവിടെ ഏതോ ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ്, ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് നേരെ മാത്രമാണ്. യഥാർത്ഥത്തിൽ എല്ലാ ആശുപത്രികളിലും സമരമുണ്ട്. ബാക്കി എല്ലാവരും പൈസ കൊടുത്തല്ല, ശമ്പളം എല്ലാവരും കൂട്ടി. എന്നിട്ട് ചോദിക്കുന്നു ഇവർക്ക് എന്നാ ശമ്പള വർദ്ധന. എന്തൊരു സ്ട്രെസ്സായിട്ടുള്ള പണിയാണെന്നറിയാം. എന്തായാലും എന്നെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. അവസാനം സമരം മൂർച്ഛിപ്പിക്കാൻ ചന്ദ്രശേഖരൻ ചർച്ച, അത് അടുത്ത പണി. ഒരു കാര്യവുമില്ലാതെ ഇവർ ഈ അതാണ് ഇവർക്ക് ഈ പ്രശ്നം വരും. ഈ അമല ജൂബിലിയിലെ സമരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ലോകത്തുള്ള സകല ട്രേഡ് യൂണിയൻ പ്രതിനിധികളും യൂണിയനുള്ളൂ, ACIT, INTUS സകല ആളുകളും വന്നു. പക്ഷേ അതിലൊരു ഗുണമുണ്ടായത്, ബാക്കി എല്ലാവരും വന്ന് കുളം കലക്കിയപ്പം ഈ നേഴ്സുമാർക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് സംസാരിച്ച ഒരാൾ ചന്ദ്രശേഖരൻ. അതുകൊണ്ട് എനിക്ക് അതായത് മറക്കാൻ പറ്റത്തില്ല. കാരണം പുള്ളി ഇവർ പറയുന്ന ഭാഗം ന്യായമാണ്. ഈ എല്ലാ യൂണിയനെയും വിളിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് പരിഹരിക്കപ്പെടത്തില്ല. അവർ പറയുന്നത് എന്താണെന്നറിയോ, എല്ലാവരുടെ ശമ്പളം കൂട്ടണം. ആരെ? സെക്യൂരിറ്റിക്കാരൻ മുതൽ പിന്നെ അവർക്ക് ഒരുപാട് സംഘടനകളുണ്ട്. ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സുമാരുടെ കാര്യം പറഞ്ഞാൽ അല്ലല്ലോ, സെക്യൂരിറ്റിയുടെയോ ആളുകൾ അത് വേറെ ആയിട്ട് കാണേണ്ടതാണ്. ഇതൊരു ക്വാളിഫൈഡ് പ്രൊഫഷനാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആകെ ആശയക്കുഴപ്പമായിരിക്കണം. അപ്പം ഞാൻ പറഞ്ഞു ചന്ദ്രശേഖരൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് അദ്ദേഹത്തോടുള്ള ഒരു ആദ്യമായിട്ട് എനിക്ക് അദ്ദേഹത്തോട് ഒരു മതിപ്പ് തോന്നിയത്. ജാസ്മിനൊക്കെ എന്നോടൊന്ന് പറഞ്ഞു അവിടെ ചന്ദ്രശേഖരൻ മാത്രമാണ് നമുക്കൊരു, എല്ലാവരും പറഞ്ഞു നേഴ്സിംഗ് സമരത്തെ അനുകൂലിച്ചു, പക്ഷേ അതിൻ്റെ തന്നെ ഒരു ഉടക്കുണ്ടായിരുന്നു പുള്ളി. പക്ഷേ സ്ട്രോങ് ആയിട്ട് ഈ കാര്യത്തിൽ പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് സത്യത്തിൽ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ബഹുമാനം തോന്നിയത് ആ കടകംപള്ളി മാനേജർ എന്ന് പറയുന്ന മനുഷ്യനാണ്. നല്ല പയ്യനാണ് അയാൾ. ഇത്രയും പക്ഷേ സുപ്രീം കോടതിയിൽ ചെന്ന് കേസ് ഞാൻ ഇന്നലെ മുരളീധരനെ കാത്ത സെക്രട്ടറിയായിട്ട് മുരളീധരൻ്റെ ഓഫീസിൽ നിൽക്കുമ്പോൾ INTUSലെ 2 നേതാക്കളതിലെ വന്നു. ഒരാൾ ജനറൽ സെക്രട്ടറി എൻ്റെ സുഹൃത്താണ്,
നമ്മുടെ എൻ്റെ കൂടെ LLB പഠിച്ച പ്രദീപ് എന്ന് പറയും, നെയ്യാറ്റങ്കര പ്രദീപ് എന്ന് പറയുന്നൊരു കക്ഷിയാണ്. പ്രദീപ് ഭയങ്കര നല്ല ശബ്ദമൊക്കെ ഉള്ള ആളാണ്. പ്രദീപ് വന്നിട്ട് എന്നോട് നമുക്കറിയാം, എനിക്ക് ആർ ചന്ദ്രശേഖരനുള്ള വിദ്വേഷം, അത് ഞാൻ അങ്ങോട്ട് കളിയാക്കി. പ്രദീപ് എന്നോട് പോട്ടെന്നാന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും മുഖം വീർപ്പിച്ച ഒരാൾ നിൽക്കും, ഞാൻ ചേട്ടാ ഞങ്ങളുടെ സെക്രട്ടറിയാന്ന് പറഞ്ഞു, പേര് ഞാൻ മറന്നു. ഉള്ളിങ്ങളുടെ ചന്ദ്രശേഖരനെ കുറിച്ച് പറഞ്ഞു, ശരിയല്ല അങ്ങനെ ഇങ്ങനെ. മനോജ് നിങ്ങൾ വിചാരിക്കുന്ന, ഞാൻ പറഞ്ഞു എന്താ മനോജിൻ്റെ കുഴപ്പം? ഞാൻ പറഞ്ഞു മനോജ് അഴിമതിക്കാരനാണ്. അതെനിക്കറിയത്തില്ല, പക്ഷെ മനോജിൻ്റെ പിന്നിൽ ആരാണ്? ഞാൻ പറഞ്ഞു സ്വാഭാവികമായും ദുർബലനായ ഒരു മനുഷ്യൻ ഒരു വലിയ ശക്തിമാനോട് യുദ്ധത്തിനിറങ്ങുമ്പോൾ ആരൊക്കെ പിന്തുണച്ചു വരും. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ മനോജ് എന്ന് പറഞ്ഞ ഒരു കശുവണ്ടി തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചൊരു മനുഷ്യനാണ്. അവൻ്റെ അമ്മ കശുവണ്ടി അടിക്കുന്നിടത്തുണ്ടായ ഒരു പ്രശ്നത്തിന് അന്വേഷിക്കാൻ ചെന്നപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഈ തൊഴിലാളി യൂണിയൻകാർ പറ്റിയില്ലാന്ന്. അങ്ങനെ അവൻ അവിടുത്തെ ആളുകളോടൊപ്പം സമരം ചെയ്തിറങ്ങിയതാണ്. അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അവൻ്റെ ഒരു ഇൻഡിപെൻഡൻറ്റ് യൂണിയൻ പോലെ അതങ്ങ് വരും. അവൻ കോൺഗ്രസ്സുകാരനായിരുന്നു, പക്ഷെ അവനെ കോൺഗ്രസ് പാർട്ടി അകറ്റി നിർത്തി ഇയാൾ കാരണം ഒതുക്കി നിർത്തി. പക്ഷേ ഇവൻ ഇതിന് പുറകെ നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ പയ്യൻ ഇതിന് പുറകെ നടന്ന് ഭയങ്കരമായിട്ട് ഇതിനോട് വർക്ക് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കി. എന്തായാലും പിണറായി വിജയൻ അതിശക്തമായി സംരക്ഷിച്ചു. പക്ഷേ VD സതീശന് താല്പര്യം ഉണ്ടായിരുന്നു, പക്ഷേ കോടതിയാണ് ഇടപെട്ടിരിക്കുന്നത്. ഇതിന് വേറെ വഴിയില്ല. ഞങ്ങൾ പറയായിരുന്നു, ഈ ഒരു പക്ഷേ പിണറായി തന്നെ തേട്ടം വന്നിരുന്നെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ്റെ തലയ്ക്ക് ഇരുന്നേനെ. പിണറായി പറ്റില്ല എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥൻ കൂട്ടിക്കയറിക്കേണ്ടി വന്നേനെ. അങ്ങനെ എന്തായാലും രാജീവിൻ്റെ കഴിഞ്ഞു, നഴ്സിംഗിൻ്റെ കഴിഞ്ഞു. നമുക്ക് അടുത്ത വിഷയം എന്ന് പറയുന്നത് ദേശാഭിമാനിയുടെ ഇന്നത്തെ ദേശാഭിമാനി പറഞ്ഞേ എന്താണ്? ദേശാഭിമാനി കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് നമ്മുടെ MSC എന്ന് പറയുന്ന വിദേശ കമ്പനി, സ്വിറ്റ്സർലൻഡ് കമ്പനി ഇവിടെ വിഴിഞ്ഞത്തിൻ്റെ ഷെയർ കൈമാറുമായി ബന്ധപ്പെട്ട് ഇന്നലെ അവർ കൊടുത്തിരുന്നത് ഫ്രണ്ടിൽ വലിയൊരു വാർത്ത. ഇത് LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ്. ഇത് കേരളത്തിൻ്റെ വികസനത്തിൽ ഭയങ്കര സംഭവമാകും എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ഇപ്പോൾ പിണറായി തിരിച്ചു പറയുന്നു, ഇന്ന് ആദേശം അവൻ ഫ്രണ്ട് പേജിൽ നേരെ തിരിച്ചാണ്. ഇത് സംശയ ദുരൂഹമാണ് ഈ സാഹചര്യം എന്ന് പറഞ്ഞ് അവർ വേറെ സാഹിത്യം അടിച്ചിരിക്കുകയാണ്. തോമസ് ഐസക്ക് എല്ലാവരും പറഞ്ഞു. പിണറായി വ്യംഗ്യമായി പറഞ്ഞു, ഇന്ന് പത്രസമ്മേളനം നടത്തി പിണറായി പറഞ്ഞു ഇതിനൊരു വലിയ മഹത്വമുള്ള കാര്യമായിട്ട് അരത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചു എന്ന് പറഞ്ഞു. പുത്തലത്ത് ദിനേശൻ്റെ കഥ കഴിഞ്ഞെന്ന് തോന്നുന്നു. പുത്തലത്ത് ദിനേശനുണ്ട്, മറ്റേയാളുണ്ട്, നമ്മുടെ M സ്വരാജും ദേശാഭിമാനി ചുമതലക്കാരനാണല്ലോ. രണ്ടുപേരുണ്ട്. പുത്തലത്ത് ദിനേശൻ എഡിറ്ററാണ്, സെക്രട്ടേറിയറ്റ് അംഗമാ. അതെ, പഴയ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു അന്ന്. പിന്നെ പിണറായി ആദ്യം സ്വരാജൊക്കെ ഒരുപക്ഷെ പൊളിറ്റിക്കൽ പോസ്റ്റ് ആയിരിക്കും, അതിൻ്റെ അകത്ത് വലിയ ഇൻവോൾവ്മെന്റ് ഉണ്ടോ അറിയില്ല. തിരുവനന്തപുരത്ത്. പക്ഷേ പുത്തലത്ത് ദിനേശൻ അങ്ങനല്ല, കാണണമല്ലോ. ചീഫ് സെക്രട്ടറി. അപ്പം മിക്കവാറും പുത്തലത്ത് ദിനേശൻ്റെ കഥ കഴിയും ഇതോടുകൂടി. ഐസക്കർക്ക് വലിയ ദേഷ്യമായി അങ്ങനെ കാളവരുന്ന കയറെടുക്കരുത് എന്നൊക്കെ രീതിയിൽ അവർ പറയുന്നുണ്ട്. ആരും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഇതൊരു വലിയ വിചിത്രമായൊരു കാര്യം തോന്നുന്നുണ്ട്. കാരണം നമുക്കിത് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ കാലടി ഗോപിയുടെ 7 രാത്രികളിലെ പാഷാണം വരയ്ക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് പിന്നീട് സിനിമയാക്കി രാമുക്കായിട്ട്. അത് അന്ന് ആലുംമൂടനാണ് ഈ വേഷമൊക്കെ അഭിനയിച്ചത്. പാഷാണം വരയ്ക്കിയ രീതി പുള്ളി ഭിഷക്കാരനാണ്. പിഷയ്ക്ക് മുകളിൽ ഒരു ചിത്രം ഇരിപ്പുണ്ട്. ക്രിസ്ത്യാനികളെ വീട് ചെല്ലുമ്പോൾ ഇങ്ങനെ കാണിക്കും, അതിൽ ക്രിസ്തുദേവൻ്റെ ഫോട്ടോ ഇരിക്കുന്നത്. ഹിന്ദുവിൻ്റെ വീട് ചെന്നത് തിരിച്ചു വയ്ക്കും, കാണിക്കും ഹിന്ദുവിൻ്റെ ഫോട്ടോയാണ്. അങ്ങനെ നടക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മൾ പാഷാണം വരയ്ക്കുന്ന വിളിക്കാറുണ്ട്. ഇതിവിടെ സംഭവിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ഇവർ നിലപാട് മാറ്റിക്കൊണ്ട് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ്റെ അവസ്ഥ അതിദയനീയമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടായിരുന്നോ ഈ സഖി കെട്ടിട്ട് ചുമ്മാ ഊളായിട്ട് ഇരിക്കാതെ എഴുന്നേറ്റ് വല്ലതും പറയണോ എന്ന് പറയുന്ന അവസ്ഥ കണ്ടില്ലേ? അങ്ങനല്ലേ പറഞ്ഞേ, പൊട്ടിത്തെറിച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചു. ആ പിണറായിയുടെ നോട്ടോ എന്തുവാ പറയണ്ടേ, എന്താ അതായത് അതിദയനീയമായ അവസ്ഥയാണ്. പിണറായി വിജയന് എന്ത് പറഞ്ഞാലും, ഞാൻ ഇന്നലെ അദ്ദേഹം മദ്യനയത്തെക്കുറിച്ചിട്ടിരിക്കുന്ന ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട് പിണറായി വിജയൻ. അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന 6000 കമൻറ്റാണ് ഞാൻ നോക്കുമ്പോൾ ഉള്ളത്. ഈ 6000 കമൻറ്റിൽ ഒരു 5500 കമൻറ്റും ഈ പിണറായി തെറിയാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. ഓർക്കണം, 29 ബാറിൽ 900 ബാറിലേക്ക് മാറ്റിയ ആള് ഇവിടെ വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നത് ഒരു നയത്തിൽ കൊണ്ടുവന്ന് ആ തീരുമാനമായിട്ടില്ല. അല്ല, സത്യം പറഞ്ഞാൽ ഈ പിണറായി കാണുമ്പോൾ നമുക്ക് സഹതാപം തോന്നുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ കാര്യത്തിൽ. കാരണം അദ്ദേഹം എന്ത് പറയാൻ പറ്റും, വേറെ ആരൊന്നും പറയുന്നതുമില്ല. ഇദ്ദേഹം തന്നെ എല്ലാത്തിനും എണീറ്റ് മറുപടി പറയുന്നു, ഓരോ മന്ത്രിയായിട്ട് കളിയാക്കുന്നു. അത് കഴിഞ്ഞ് അവസാനം VD സതീശൻ ഇരുന്ന ഒരു ഒറ്റ അടി തീർക്കുക, ഫിനിഷ്. പിന്നെ മറു ചോദ്യം ഇല്ല. അല്ല, ഈ മന്ത്രിമാരുടെ രക്ഷയില്ല കേട്ടോ. ഞാൻ ഷിബു ബേബി ജോണിൻ്റെ അറ്റാക്ക് ഉണ്ടായിരുന്നു.
ഷിബു ജോൺ കണ്ടായിരുന്നു. കണ്ട് മറ്റേ അദ്ദേഹത്തിന് മറ്റേ ഇടപെട്ടു എന്ന് പറഞ്ഞോണ്ട് മറ്റേ അബ്ദുൽ ഗഫൂറിന്റെ കാര്യത്തിൽ അബ്ദുൽ ഗഫൂറിന്റെ അടുത്ത് ഇടപെട്ടെന്ന് പറയുമ്പോൾ അപ്പൊ എണീറ്റ് പറഞ്ഞു 2022 നിങ്ങൾ കറക്റ്റ് ഡേറ്റ് നോക്കിയിട്ട് ആ AK ശശീന്ദ്രൻ അന്നത്തെ മുഖ്യമന്ത്രി കഴകത്തില്ലാത്തതുകൊണ്ടാണോ ചോദിച്ചിട്ട് അല്ല മാത്രമല്ല അതിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ആ മേഖലയിൽ വളരെ സജീവമായി ബിസിനസ് ഉള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹത്തിനാണ് നന്നായി അറിയാവുന്നത്. ഈ വിഷയറിനുള്ള ആൾ അദ്ദേഹമാണ്. അപ്പോൾ ഒരു നമ്മുടെ മന്ത്രിസഭയിൽ അവിടുത്തെ സഭയിൽ ഒരു മന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വിവരം ഉണ്ടെങ്കിൽ അത് പറയുന്നത് നല്ലത്. മറ്റേ മന്ത്രി തുടക്കക്കാരനുമാണ്, അതും പുതുമുഖമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ സമയത്ത് PK ജയലക്ഷ്മിയൊക്കെ വന്ന കാലത്ത് പലപ്പോഴും അവർ ഒന്ന് ഉത്തരത്തിനും പതറി ഉമ്മൻചാണ്ടി കൃത്യമായിട്ട് ചെറിയൊരു പ്രശ്നം ഈ മന്ത്രിസഭ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദുവാണ്. ഈ നേഴ്സുമാരുടെ പ്രശ്നത്തിൽ ബിന്ദുവാണ്, പക്ഷെ ബിന്ദുവിന് കൃത്യം ധാരണ എത്തുന്നില്ല. ഒന്നാമത്തെ കാര്യം, മന്ത്രിക്ക് വീക്കാണെങ്കിൽ മന്ത്രി എങ്ങനെയാവാൻ പറ്റും? പക്ഷേ എപ്പോഴും നമുക്ക് വേണ്ട നല്ല ഓഫീസാണ്. മന്ത്രിക്ക് ഇതുവരെ നല്ലൊരു ഓഫീസ് കിട്ടിയിട്ടില്ല. അതാണ് കാര്യം. ഇപ്പം അതേസമയം നമ്മുടെ മുരളീധരന് ഗംഭീരൻ ഓഫീസുണ്ട്. മെഡിക്കൽ ഡോക്ടർ പ്രൈവറ്റ് സെക്രട്ടറി ആണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനുണ്ട്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. അങ്ങനെ മിടുക്കന്മാരെ ദിവസത്തിന് വേറൊരാളുണ്ട്. അങ്ങനെ ഓരോന്നിനും ഒരു സുരേഷ മറ്റോ അങ്ങനെ ഓരോന്നിനും വിദഗ്ധന്മാരെ അവിടെ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ സുനിൽ മാത്രം മതി ആരോഗ്യകാര്യങ്ങൾ ഏത് കാര്യവും. അപ്പോൾ ഏത് കാര്യവും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു ഓഫീസുണ്ട്. പക്ഷെ ബിന്ദുവിൻ്റെ ഓഫീസിൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടില്ല ഇതുവരെ. ഈ ഒരു മാസമായിട്ട് പ്രൈവറ്റ് സെക്രട്ടറി ആണ് ശരിക്കും മന്ത്രിയുടെ ഓഫീസിലെ ആലോചിക്കുക, പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടില്ല. അപ്പം അത് ഷിബുവിൻ്റെ പ്രത്യേകത, ഷിബു ഏറ്റവും മിടുക്കരെ കൊണ്ടുപോകത്തുള്ളൂ. ഇപ്പോൾ അദാനിയുടെ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ആയിരിക്കുന്ന ഒരു അനിലുണ്ട്, അനിൽ കല്ലൂർ എന്ന് പറയും. അനിൽ കല്ലൂർ വേറൊരു പേരുണ്ട്, അയാളല്ല, ഇത് അനിൽ കല്ലൂർ. ഈ അനിൽ കല്ലൂരായിരുന്നു ഷിബു കഴിഞ്ഞ തവണ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ നോക്കി. ഇപ്പോഴും അദ്ദേഹം വിദഗ്ധന്മാരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. എപ്പോഴും വിദഗ്ധന്മാരെ വെക്കും. ഓഫീസ് ഈ IAS അവർ ചോദിച്ചു മേടിക്കും മിടുക്കന്മാരെ. ഷിബുവിന്റെ പ്രത്യേകത അതാണ്. അല്ല, അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം 100 ഏക്കർ ഭൂമി അദ്ദേഹത്തിന് നിഷ്പ്രയാസം പിടിച്ചെടുക്കാൻ ഒരു ഹാരിസ മലയാളത്തിന്റെ ആർജവുള്ള ഒരു മന്ത്രി. അതെ 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 അത് അതിപ്പം CP ജോണും മിടുക്കന്മാരെ വെച്ചിട്ട് കുറെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു റിജാം റാവുത്തർ എന്ന് പറഞ്ഞ ഒരു KS അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, KS ബഹുമിടുക്കനാണ്. അല്ല, എപ്പോഴും അങ്ങനെ ആയിരിക്കണം. നല്ല മിടുക്കനെ പ്രൊഫസറായി വെച്ചാൽ അച്യുതനെ മുഖ്യമന്ത്രിയായിരുന്നു, TN ജയചന്ദ്രൻ സാറായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കണം, അവരെല്ലാം മിടുക്കന്മാരെ ഒരു തലമുറയിൽ പോലും അത്ര ആളെ വെച്ചിരുന്നു അവിടെ അവർ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്ന വിഷയം തിരിച്ചടി എന്ന് പറയുന്നത് ഭയാനകമാണ്. ഇപ്പം എല്ലാവരും വഴിയെ പോകുന്നവരൊക്കെ നമ്മുടെ VP സജീന്ദ്രൻ ഇതൊരു ശീലമാക്കി വെച്ചിരിക്കുകയാണ് പണി കൊടുക്കുക എന്നുള്ളത്. അതുപോലെ മാറി വരുന്നവരെല്ലാം തിരിച്ചടിക്കുകയാണ്. എല്ലാവരും തിരിച്ചടിക്കുകയാണ്. ഇവർക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. ഇവരൊരു കാര്യം പറയുന്നു, അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ്, പിന്നെ മറുപടിയില്ല. എന്ന് മാത്രമല്ല, ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ വിഷയങ്ങളും ഉടനടി അവസാനിച്ചു പോവാണ്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എല്ലാം മിണ്ടാതിരിക്കുന്നു VD സതീശൻ, അവസാനം എഴുന്നേറ്റ് നമ്മളിപ്പോൾ കുഴപ്പമാണെന്ന് തോന്നുന്ന സാധനം പോലും പുള്ളി അടിച്ച് തകർത്ത് കളയും, അടിച്ച് നിരപ്പാക്കി അവസാനം പുള്ളി ഒരു കൺക്ലൂഷൻ കൊണ്ടങ്ങ് നിർത്തിയാലേ പിന്നെ ഇല്ല. ഇപ്പോൾ ഈ ശേഷാദ്രിനാഥൻ ശേഷാദ്രിനാഥനെ ഇലക്ഷൻ കമ്മീഷൻ നിയമിക്കുന്നു. ഇതിനെതിരെ വലിയ വികാരമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഇതെല്ലാം ചീറ്റിപ്പോയി. കാരണം ശേഷാദ്രിനാഥൻ BJP-കാരനാണ് എന്നതിൻ്റെ തെളിവൊന്നും ആരുടെയും കയ്യിലില്ല. അതൊരു വിശ്വാസമായിരിക്കും. അതാ ഇതെന്നാ പ്രശ്നം എന്ന് വെച്ചാൽ അദ്ദേഹം വലിയ വിശ്വാസിയാണ്. അദ്ദേഹത്തിന് കുറിയുണ്ട്. ഈ കുറി കൊട്ടവരെ കാണുമ്പം പണ്ട് എമ്മൂന്നും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കുറി തൊട്ടവരെ കാണുമ്പോൾ പേടിയാണ്. ഈ ഒരു മുൻവിധിയുണ്ട്. അത് മോശമാണ്. ആ മനുഷ്യന്റെ പേര് നെറ്റിലെ കുറിയാണ് അപകടമായെന്ന് തോന്നുന്നു. അദ്ദേഹം നല്ല ജഡ്ജിയായിരുന്നു. ഞാൻ അന്വേഷിച്ച പറഞ്ഞു അദ്ദേഹം നല്ല പ്രഗത്ഭനായ ജഡ്ജിയായിരുന്നു പറഞ്ഞു. ഒരുപാട് പ്രധാനപ്പെട്ട സുപ്രധാന കേസുകളൊക്കെ, വളരെ പ്രധാനപ്പെട്ട കേസിൽ അദ്ദേഹത്തിന് ഒരിക്കലും നീതി നിഷേധിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ആരെയും മൈൻഡ് ചെയ്യത്തില്ലായിരുന്നു. നീതി മാത്രമുള്ളായിരുന്നു. അങ്ങനെ ഗംഭീരൻ ജഡ്ജായിരുന്നു അദ്ദേഹം. CBI ജഡ്ജായിരുന്നു, മറ്റേ പെരിയ കൂട്ടക്കേസിലെ ജഡ്ജായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം കൃത്യമായ ഇടപെടൽ നടത്തി. അദ്ദേഹത്തിന് ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കിയത്. അല്ല, നേരത്തെ ഷാജഹാൻ സാറായിരുന്നു. അപ്പോൾ അതുപോലെ മാത്രമല്ല നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, പല ആളൊക്കെ ഇപ്പോഴും അറിഞ്ഞൂടെ, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറും ചീഫ് ഇലക്ടറൽ ഓഫീസറും രണ്ടാണെന്ന്. ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് പാർലമെന്റ് അസംബ്ലി അതിൻ്റെ ചുമതലയുള്ള ആൾ. ഇദ്ദേഹത്തിൻ്റെ ചുമതല ഈ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന് കീഴിലല്ല, സംസ്ഥാനത്തിന് കീഴിലാണ്. അവർ സംസ്ഥാന ഉദ്യോഗസ്ഥനാണ്. അവർ ചെയ്യേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ മേൽനോട്ടമാണ്. അത് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകളുണ്ടാവും ഇടയ്ക്കിടെ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, നാഷണൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു പ്രതിനിധിയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ, CEO എന്ന് പറയുന്ന ഒരു ഓഫീസറാണ്. അവരെ നിശ്ചയിക്കുന്നത് കേന്ദ്ര കേൾക്കർ. അദ്ദേഹത്തിന്റെ പദവിയുടെ ഭാഗമായിട്ട് കസേരയിട്ട് തിരിച്ച് മുഖ്യമന്ത്രി സെക്രട്ടറിയായി.
അവരാണ് പാർലമെൻറ്റും നിയമസഭയും മത്സരിക്കുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതാണ് ആളുകൾ ബഹളം. അല്ല, മാത്രമല്ല ഞാൻ ചോദിച്ചോട്ടെ, ഈ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ അദ്ദേഹം അവിടെ കയറുന്നുണ്ട്, കേരളത്തിലെ ഈ എണ്ണിയാ തീരാത്ത പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി എല്ലാം കയറി ഇടപെടാൻ പോകും. പ്രായോഗിക കാര്യം. ഇനിയിപ്പോൾ സംഖ്യയാണെന്ന് കരുതുക. എൻ്റെ ചോദ്യം, എന്താ കുഴപ്പം? അദ്ദേഹം ഇവിടെ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കുന്ന ഒരു സാധനം അല്ലല്ലോ ചെയ്യുന്നത്. അല്ല, ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, ഇവരുടെ ഈ സംഘി വിരോധം അതിന് കിടക്കുമല്ലേ. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയം കോൺഗ്രസ് ആണ്, എൻ്റെ രാഷ്ട്രീയം BJP ആണെന്ന് കരുതുക. നമ്മൾ സഹകരിക്കാൻ എന്താ പ്രശ്നം? വെറുപ്പ് എവിടെയാണ്? അല്ല, അതാണ് ഇവർക്ക് മനസ്സിലാവാത്ത കാര്യം. ബാക്കി എല്ലാവർക്കും അതാകാം, ഇവർക്ക് മാത്രം. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംസ്ഥാനം ഭരിക്കുന്നത് BJP. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി BJP, ഈ രാജ്യത്തെ പ്രസിഡന്റ് BJP, ഈ രാജ്യത്തിൻ്റെ എന്താ പറയണത്, എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്നത് BJP. ആ BJP നിരോധിത സംഘടനയല്ല, ഭീകര സംഘടനയല്ല. ഈ BJP എന്ന് പറയുന്ന പേര് ഇത്രയും പേടിച്ച് മാറ്റി നിർത്തുന്നത് എന്തിനാണ്? BJP ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ. ഇവർക്ക് SDP പേടിയില്ല, പോപ്പുലർ ഫ്രണ്ടിനോട് പേടിയില്ല, ഇവർക്ക് മാവോയിസ്റ്റുകളോട് പേടിയില്ല. BJP പറ്റുമെങ്കിൽ അവരുടെ വേദി പങ്കിടാനും കൂടെ ശ്രമിക്കുന്നവരാണ്. അതെ, മദനിയോടൊപ്പം മത്സരിച്ചവരാണ്. ഇവിടെ വെൽഫെയർ പാർട്ടിയോടും മറ്റേ SDP മത്സരിച്ച് എന്നിട്ട് ഇവർ വന്ന് ഈ അയാൾ ഒരു കുറി കിട്ടുമെന്നതിന് പേരിൽ മാത്രം അയാൾ BJP മെമ്പറല്ല, BJP അഭിഭാഷകൻ ഒന്നുമല്ല, അയാൾക്ക് ഒരു പക്ഷേ BJP അനുഭവം കാണും. ഇത്തരത്തിൽ അതിൻ്റെ വേറൊരു വശമല്ലേ. ഞാൻ VD സതീശനെ സന്ദർശിച്ചതിന് വേണ്ടി എന്തോ ഒരു സൈബർ അറ്റാക്ക് VD സതീശൻ നേരെ എന്നെ അവിടെ കണ്ടില്ല, സോഷ്യൽ എനിക്ക് എന്നെ എന്തിനാ അവിടെ കയറ്റുകയും ചെയ്യും? ഞാൻ ഇന്ത്യൻ പൗരനല്ലേ. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ പ്രതിയാണ് അവിടെ ഇരിക്കുന്നത്. 10-35 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ഞാൻ. അത്രയും മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാൾക്ക് അവിടെ കയറി മുഖ്യമന്ത്രിയെ കാണാൻ അവകാശമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാണ്? ഇവർക്കൊന്നും അറിഞ്ഞൂടാത്തതിൻ്റെ കുഴപ്പം. ഇനി ഇവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. ഞാനും MA ബേബിയായിട്ട് തോളെ കൈയിട്ടോണ്ടിരിക്കുന്നൊരു ഫോട്ടോ ഉണ്ട്. ഞാനും EP ജയരാജനും തമ്മിൽ വർത്താനം പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഞാനും കടകംപള്ളി സുരേന്ദ്രനും തമ്മിൽ കുശലം പറഞ്ഞിരിക്കുന്ന ഫോട്ടോ ഉണ്ട്. ഞാൻ ഇവരോടെല്ലാം അടുപ്പമുള്ള ആളല്ലായിരുന്നോ? നമ്മുടെ മാധ്യമ പ്രവർത്തനം തമ്മിൽ എല്ലാവരും അടുപ്പമുള്ളവർ തന്നെയാണ്. നമ്മുടെ നിലപാട് വേറെ, നമ്മുടെ വ്യക്തിത്വം വേറെ. അത് വേറെ, അത് ഇവർക്ക് അറിയാൻ പാടില്ല. നമ്മുടെ ഇവൻ എല്ലാവരുടെ സുഹൃത്തല്ലേ, നമ്മുടെ അനിൽ നമ്പ്യാർ. അതെ, ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മളെല്ലാവരും അങ്ങനെ ആയിരിക്കണമല്ലോ, നമ്മൾ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് അന്ന് RSS സർസംഘ ചാലക വന്ന പരിപാടിക്ക് ചെന്നപ്പോൾ ഇടതുപക്ഷ അനുഭാവികളായിട്ട് അറിയപ്പെടുന്ന മാധ്യമപ്രവർത്തകരും വന്നത് അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ്. അവരെ പ്രൊഫഷണൽസ് സുജിത് നായരെ ഞാൻ കണ്ട അവിടെ വെച്ച് ഉണ്ടായിരുന്നു. നമ്മൾ അനീഷ് ഉണ്ടായിരുന്നു. വന്ന് പ്രൊഫഷണൽസിനെ വിളിച്ച് അവർ വന്നു, മാധ്യമപ്രവർത്തകർ വന്നു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന് പോയവരും മുഴുവൻ സംഖ്യകളാണെന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? അല്ല, ഇവരെല്ലാത്തിനും ആ ഒരു കണ്ണോടുകൂടി കാണുന്നതിൻ്റെ ഒരൊറ്റ പ്രശ്നമാണ്. എന്തായാലും പിണറായി വിജയൻ എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഓരോ ദിവസവും. കാരണം എന്താ പറയണമെന്ന് അറിയത്തില്ല, പറയുന്നതിനൊക്കെ അപ്പം തന്നെ അടി കിട്ടും. മറുഭാഗത്ത് എല്ലാം ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ട് VD സതീശൻ ഏത് വിവാദം ഉണ്ടായാലും VD സതീശൻ അതിനെയൊക്കെ കംപ്ലീറ്റ്ലി കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ അദ്ദേഹം ഈ പിണറായി ഇങ്ങനെ അതിന് ഷൗട്ടി പോലെ പറയുമ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, പിണറായി വിജയന്റെ മൂത്ത് നോക്കാൻ ഇവർക്കാരും കഴിയും. പണ്ട് ധൈര്യമില്ല, അപ്പോൾ വീണ് കിടക്കുന്നതുകൊണ്ട് ആർക്കും വഴക്ക് പറയാത്തുള്ളൂ. അപ്പോൾ ഇനി ഒരു പക്ഷേ സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടേറിയറ്റൊക്കെ കൂടുമ്പോൾ അവിടെ പല എഴുതിയിരുന്ന വെല്ലുവിളി സംസാരിക്കാൻ ആരംഭിച്ചു. അതിനൊരു സൂചനയാണിത്. വലിയ കഷ്ടമായിട്ടിരിക്കുകയാണല്ലേ പിണറായി, എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളൂ. അല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ വീട്ടിൽ 82 വയസ്സായ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹം നമ്മൾ പണിയെടുപ്പിക്കും. അദ്ദേഹം നമ്മൾ അദ്ദേഹത്തെ അവിടെ ഇരിക്കാൻ, നമ്മൾ അദ്ദേഹത്തിന് ചായ കൊണ്ട് കൊടുത്ത് അദ്ദേഹത്തിന് അവിടെ നമ്മൾ വിശ്രമിക്കാൻ അനുവദിക്കും. അദ്ദേഹം പുസ്തകം വായിക്കാൻ ചേട്ടനായിരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറമ്പിൽ കിളയ്ക്കാൻ പറഞ്ഞ സാധാരണ അതിൻ്റെ അവസ്ഥ തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഈ മദ്രാസിലെ ഏതൊരു കണ്ണാശുപത്രി പോയിട്ട്, ആശുപത്രി പേര് ഞാൻ മറന്നുപോയി, കണ്ണാശുപത്രി പോയിട്ട് ഈയിടെ അദ്ദേഹം 3.5 ലക്ഷം രൂപ മുടക്കിയാണ് ശസ്ത്രക്രിയ നടത്തിയത്. 3.5 ലക്ഷം രൂപ. കേരളത്തിൽ കണ്ണാശുപത്രി ഇല്ലാത്തതുകൊണ്ടല്ലേ തിരുവനന്തപുരം സർക്കാർ 3.5 ലക്ഷം രൂപ. ഇവിടെ ഒരു വീട് പണിയാൻ 4 ലക്ഷം രൂപ കൊടുക്കുന്ന കണ്ണാശുപത്രി. എന്നിട്ട് അദ്ദേഹം കണ്ണാടി ഉപേക്ഷിച്ചു. വേണ്ടെന്ന് പറഞ്ഞല്ലോ. അതിനുവെച്ചാൽ ആ ഓപ്പറേഷൻ കഴിഞ്ഞു ആയിരിക്കും വെച്ചു 3.5 ലക്ഷം രൂപ. ഞാനത് വെറുതെ പറഞ്ഞല്ല, ആശുപത്രിയിൽ നിന്ന് എന്നോട് ഒരാൾ പറഞ്ഞാണ്. ഇതാണ് ഇവരുടെ കാര്യം. ഇവരെല്ലാം നിങ്ങൾ സർക്കാർ മേലെ സ്കൂളിൽ പോകും, ആശുപത്രിയിൽ പോകുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം പോകുന്ന അവിടെ മക്കളെ പഠിപ്പിക്കുന്നത്. ആശുപത്രി പേര് ഞാൻ മറന്നുപോയി. ഇതാണ് പിണറായി വിജയൻ. എന്തായാലും പിണറായി വിജയന് ശിഷ്ടകാലം ഇങ്ങനെ ഈ ശാപമേറ്റും തെറി കേട്ടും, അതും സ്വന്തം പാർട്ടിക്കാരുടെ തെറി കേട്ടും ജീവിക്കും. കൊച്ചുവനാവും പ്രായമുള്ള എടി തോമസ് വരെ എണീറ്റ് നിന്ന് വെല്ലുവിളിച്ച് ഈ കൂട്ടത്തിൽ നമ്മൾ പറയേണ്ട ഒരു വ്യക്തിയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സത്യത്തിൽ മന്ത്രിയാകുമെന്ന് കണക്കാക്കിയിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറായത് നന്നായി. കേരള ചരിത്രത്തിലെ ഏറ്റവും നല്ല സ്പീക്കറായി മാറിയേക്കാം. ഏറ്റവും ജനകീയ സ്പീക്കറായിരിക്കും. വളരെ സൗമ്യനായ അദ്ദേഹം എല്ലാ കാര്യത്തിനും, അദ്ദേഹത്തിന് വ്യക്തിപരമായ നല്ല സൗമ്യനായ ഒരാളാണെങ്കിൽ പോലും ആ ഒരു സൗമ്യത അദ്ദേഹം എല്ലാ കാര്യത്തിനും പുലർത്തുന്നുണ്ട്. ഒപ്പം അദ്ദേഹം അവിടെ നിയമസഭ നടപടിക്രമങ്ങളിൽ അദ്ദേഹം കൃത്യത പാലിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭയങ്കര രസം, അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാൻ രസം, അധ്യാപകൻ്റെ ഒരു ശബ്ദമാണല്ലോ.
അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിനെ കാണാൻ വരുന്നവർക്ക് ഒരു പ്രത്യേക പാസ്, മഞ്ഞ പാസ് അനുവദിക്കും. അതിന് പ്രത്യേക ആ അത് രീതിയിലായിരുന്നു. ഷിബു ബേബി ജോൺ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു അവിടെ ഈ നിയമസഭയിലെ മന്ത്രിമാരുടെ ഓഫീസുകൾ അവരൊക്കെ അങ്ങോട്ട് പോകണമല്ലോ, പെട്ടെന്ന് ബെല്ലടിച്ച് വോട്ടെടുപ്പിനുള്ള അദ്ദേഹം പറഞ്ഞ് ഇങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല, ഈ വന്ന ജനങ്ങളങ്ങ് നിറയാൻ. അപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മളെ പർവ്വതത്തിലെ പലരും കറങ്ങി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നല്ലോ. ഇപ്പോൾ അവരാളൊക്കെ MLA മാരായിട്ടും ഒക്കെ വന്നിരിക്കുകയാണ്. എല്ലാവരും കൂടെ കൗതുകം കൊണ്ട് ഇങ്ങനെ ഒരു ഉല്ലാസയാത്ര വന്നിരിക്കും. തൽക്കാലം അങ്ങ് പോട്ടെ, നമുക്ക് പിന്നീട് നമുക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാം. അദ്ദേഹം ഷിബുബേബൻ ആശ്വസിപ്പിച്ചു. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഷിബുബേബൻ പറഞ്ഞ ഇതിനൊരു നിയന്ത്രണം വേണം, ഇതല്ലാതെ ഇതെല്ലാം കൂടെ ഇങ്ങനെ നിറഞ്ഞു നിന്നല്ലേ അസംബ്ലിയല്ലേ. അല്ല, അപ്പോൾ അതിൻ്റെ അത്തരത്തിൽ മാത്രം ഇന്ന് വേറൊരു വാർത്ത തിരുവഞ്ചൂരിനെ കേട്ടത് കോട്ടയത്ത്, അത് ശ്രദ്ധിച്ചോ? അതായത് തിരുവഞ്ചൂർ ഏറ്റവും വലിയ പേരുദോഷം കിടക്കുന്ന കോട്ടയത്തൊരു മറ്റേ റൗണ്ടാണുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതൊരു ആകാശപാത, തൃശ്ശൂരൊക്കെ ഉണ്ട് ഈ ഒരു ആകാശപാത ഉണ്ടാക്കി, അത് ഇച്ചിരി കൂടിപ്പോയെന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാധനം ഇതിൽ നിന്ന് കണക്ട് ചെയ്യണം അതിന് താഴേക്ക്. ഇത് അപ്പോഴത്തേക്കും ഭരണം പോയി. അപ്പോൾ ഇവന്മാരത് വേണ്ടെന്ന് വെച്ചിട്ട് മനഃപൂർവ്വം തിരുവനന്തപുരം നടത്തിയതാണ്. അതിനിടയ്ക്ക് അമ്മ പൊളിച്ചു കളയണമെന്നൊക്കെ പറഞ്ഞ് പ്രപ്പോസൽ അവിടെ വന്നു. തിരുവഞ്ചൂർ പറഞ്ഞ് ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം ഇനിയിപ്പോൾ 4 അങ്ങനെ അതിലെ കൂടെ കണക്ട് ചെയ്യിപ്പിച്ചാൽ കോട്ടയത്ത് ആ കണക്ഷൻ അങ്ങ് വരുമെന്ന്. സത്യം പറഞ്ഞാൽ ഈ കാലഹരണപ്പെട്ട ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഭൂമിക്ക് അടിയിലൂടെ പോകണം, കാരണം ഈ മുകളിലേക്ക് കയറാൻ പ്രായം അവർക്കൊന്നും പറ്റത്തില്ല. ഇതൊക്കെ അണ്ടർപാസ് അണ്ടർപാസ് ആണ്, അണ്ടർപാസ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്ന് വേറെ കാര്യം, കോടിമതിൽ ഒരു പാലത്തിൻ്റെ പണി നടക്കാം. അതൊരു ഒരു വശം നടക്കുന്നു, കോട്ടയം കോടിമതിൽ. അപ്പോൾ അതിൻ്റെ ഒരു പുതിയ പഴയ പാലം പൊളിച്ചു പണിയാനായിട്ട് ഇന്ന് കളക്ടർ എല്ലാവർക്കും നോട്ടീസ് കൊടുത്തു. 10 ദിവസത്തേക്ക് ആ കോടിമത പാലം വഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുന്ന നോട്ടീസും തിരുവഞ്ചൂർ ഇടപെട്ടു. അപ്പോൾ തിരുവഞ്ചൂർ പരാതി വന്നു. തിരുവഞ്ചൂരിന് പരാതി വന്നപ്പം ആ കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാതയായി കോടിമതി എന്ന് പറയുന്നത് ഈ കോട്ടയത്തു നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന വഴിയുണ്ട്, ചങ്ങനാശ്ശേരിക്ക് പോകുന്ന വഴിയുണ്ടല്ലോ. അതേ റോഡ് ചങ്ങനാശ്ശേരിക്ക് അല്ല, ചങ്ങനാശ്ശേരി. അപ്പോൾ ഈ കോടിമതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായതുകൊണ്ട് തന്നെ ഈ 10 ദിവസം അവിടെ അടച്ചിട്ടാൽ പണിയാവും. തിരുവഞ്ചൂർ അപ്പം തന്നെ കളക്ടറെ വെച്ച് നിർദ്ദേശം കൊടുത്തു, അത് വേണ്ട, പണിയൊക്കെ നിർത്തിവെച്ചു. ഇന്ന് തുടങ്ങേണ്ടതാണ്. ആ ആദ്യത്തെ പാലത്തിന് പണിയുണ്ടല്ലോ, അത് പൂർത്തിയായി. അതിലേ ഗതാഗതം വിട്ടിട്ട് മറ്റേത് പണി അതാണല്ലോ പ്രായോഗിക മാർഗം. നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, TP കേസിലെ പ്രതികളെ പിടിച്ചത് തിരുവഞ്ചൂർ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴാണെന്നുള്ളതാണ്. അതിശക്തൻ ആഭ്യന്തരമന്ത്രി ആണെന്ന് തെളിയിച്ച ആളാണ് അദ്ദേഹം. മറ്റു പലർക്കും വലിയ നമ്മൾ മഹാന്മാരെന്ന് കരുതുന്ന പലർക്കും സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സാധിച്ചിരുന്നു എന്നുള്ളതാണ്. എന്തായാലും തിരുവഞ്ചൂർ ഒരു സ്പീക്കർ എന്ന നിലയിൽ ഏറെ ശ്രദ്ധ നേടും എന്നാണ് പറയാറുള്ളത്. പോരാ, സത്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായ യോഗ്യനാണ്. ഈ കൂട്ടത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും സീനിയറായ യോഗ്യനാണ്. ഏൽപ്പിക്കുന്ന പണി വൃത്തിയായിട്ട് ചെയ്യാൻ അറിയാം, മത്സരിക്കുന്നിടത്ത് ജയിക്കാൻ അറിയാം, ആളുടെ മര്യാദയ്ക്ക് പെരുമാറാനും അറിയാം. കോട്ടയത്തിൻ്റെ വികസനം കൊണ്ടുവന്നതിൻ്റെ കഥ അദ്ദേഹത്തെ വെച്ച് പറയാറുണ്ട്. അതായത് കോട്ടയത്തിൻ്റെ റോഡ് കൂട്ടാൻ തരും. ഇപ്പോൾ ഈ മാണിസാർ അടക്കമുള്ള ഒരു കാലത്ത് നേരിട്ട് പ്രതിസന്ധി എന്ന് വെച്ചാൽ ഈ തിരുവനന്തപുരത്ത് നിലത്തൊരു പ്രതിസന്ധി അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ കടകളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ആയിരിക്കും. നമ്മുടെ ഏതെങ്കിലും ഈ കടകൾ മുഴുവൻ ഈ വഴി നീള കടകളാണല്ലോ, റോഡിന് വീതി കൂട്ടുമ്പോൾ ഈ കടയെല്ലാം പൊളിച്ചു കളയേണ്ടി വരും. പൊളിച്ചു കഴിഞ്ഞാൽ ഇവർ പരാതി കേട്ട് വരും. ഇതുകൊണ്ടാണ് ഈ ബാലരാമപുരം നന്നാകാൻ കിടക്കുന്ന കാര്യം. അപ്പം ഇതുകൊണ്ട് എന്താ സംഭവിച്ചാൽ അവസാനം ഇത് വഴി നന്നാക്കി പറ്റത്തുള്ളൂ, ഇല്ല നടക്കത്തില്ല. തിരുവഞ്ചൂർ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ യോഗം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, വളരെ പെട്ടെന്ന് ചെയ്യണം. എന്നുവെച്ചാൽ ഒരുപാട് ചർച്ചയും ആലോചനയൊന്നും വേണ്ട. ആദ്യം നമ്മളൊരു നോട്ടീസ് കൊടുക്കണമല്ലോ, ആ നോട്ടീസ് കൊടുത്തു, അതിപ്പോൾ എൻ്റെ അടുത്ത് വരും, ഞാൻ അതെല്ലാം പരിഹരിക്കാമെന്ന് പറയും. അത് ഒരു സുപ്രഭാതത്തിൽ വന്ന് നിങ്ങൾ പൊളിച്ചേക്കണമെന്ന് പറഞ്ഞു. അപ്പം തിരുവഞ്ചൂർ സ്ഥലത്തില്ലാത്ത ഒരു സമയം നോക്കി ഇവർ രാത്രി വന്ന് കംപ്ലീറ്റ് പൊളിച്ചു. നിങ്ങൾ എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് സമ്മതിക്കത്തില്ലായിരുന്നല്ലോ, സ്ഥലത്തില്ലല്ലോ, കഴിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞിരുന്നത്. വലിയ തന്ത്രജ്ഞന, എല്ലാവരെയും സോപ്പിട്ട് കൈവശപ്പെടുത്തി. കൃത്യമാണ് അദ്ദേഹം. നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയേണ്ടതുണ്ട്, 2 കാര്യം കൂടി പറഞ്ഞു പോകേണ്ടത്. ഒന്ന്, ഈ വൈറൽ താരത്തിന് സംഭവിച്ചതാണ്. വൈറൽ താരത്തിന് വാങ്ങിച്ചെന്ന ആ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന് 2 നിയമപ്രശ്നങ്ങളിൽ ശരിക്കും പെട്ടു. ഒന്ന്, അദ്ദേഹത്തിൻ്റെ മധ്യപ്രദേശിൽ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ഒരു കോടതിയിൽ ചെന്ന് ഈ കേസ് മുൻകൂർ ജാമ്യം തേടി. എനിക്കൊന്നും അതിൻ്റെ കഥ അങ്ങനെയല്ലെന്ന് തോന്നുന്നു. അതായത് കുംഭമേള വൈറൽ പെൺകുട്ടിയെ ഇവൻ അടിച്ചുകൊണ്ട് പോവാണ്, അത് ഉറപ്പാണ്. അപ്പോൾ ഈ അടിച്ചുകൊണ്ട് പോകുന്നു, എന്നിട്ട് അവൻ നേരെ കേരളത്തിലേക്ക് വരുന്നു. കേരളത്തിൽ വന്ന് നമ്മുടെ സഖാക്കളെല്ലാം, നമ്മുടെ കുട്ടി ശിവൻകുട്ടിയും എല്ലാവരും കൂടി മതേതരത്വത്തിന് പ്രതീക നിലയിൽ അവിടെ കല്യാണം നടത്തി കൊടുക്കുന്നു. ഇത് കഴിഞ്ഞാണ് ഇത് പുലിവാൻ അറിയുന്നത്, പ്രായപൂർത്തിയായി അച്ഛൻ വന്നു പരാതി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ കേസെടുത്തു, ഈ പോക്സോ കേസെടുത്തു. ഒരു പോക്സോ കേസാണല്ലോ. ഈ പോക്സോ കേസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇവനെ തപ്പി ഇവരോട് വരികയാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന ആളെന്ന നിലയിൽ ഇവൻ നേരെ ഹൈക്കോടതി കൊണ്ട് ഹർജി കൊടുക്കുന്നു. ഇപ്പോൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ അഡ്രസ്സാണ്. അപ്പോൾ കോടതി അപ്പം തന്നെ സ്റ്റേ ചെയ്തു, അറസ്റ്റ് തടയുന്നു.
അറസ്റ്റ് തടഞ്ഞിട്ട് കോടതി ഡേറ്റ് വെച്ചു. പക്ഷെ അത് കഴിഞ്ഞ് കോടതി ഡേറ്റ് പരിഗണിച്ച് കോടതി ചോദിച്ചു, ഇതിനൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ കേസെടുത്തിരിക്കുന്ന മധ്യപ്രദേശ് പോലീസ്, നിങ്ങളുടെ വീട് മധ്യപ്രദേശിൽ, ഞങ്ങൾ സ്റ്റേ ചെയ്തു, അത് ഓക്കെ, അതുകൊണ്ട് അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ കൊടുക്കേണ്ടത് അവിടെയാണ് എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റേ ഇവിടെ നീട്ടാൻ പറ്റില്ല. അല്ല, അപ്പോൾ എന്നിട്ട് സ്റ്റേ നീട്ടിയിട്ടിരിക്കുന്നു, എന്നിട്ട് അവരോട് അവിടെ കൊടുക്കാൻ പറഞ്ഞു. അവിടെ കൊണ്ട് അവർ മുൻകൂർ ജാമ്യം കൊടുത്തു. അവിടുത്തെ സെഷൻസ് കൊടുത്തു. സെഷൻ കോടതി ഇന്നലെ ജാമ്യം തള്ളി. മിനിഞ്ഞാന്ന് ജാമ്യം തള്ളിയപ്പോൾ ഇപ്പോഴും അറസ്റ്റ് ഇവിടെ സ്റ്റേ ഉണ്ടല്ലോ. അപ്പോൾ ഇവർ ഓടി ഇവിടുന്ന് ഈ സ്റ്റേ നീട്ടാൻ വേണ്ടിയിട്ട് വന്നു. അപ്പോൾ കോടതി പറഞ്ഞു അതെങ്ങനെ ശരിയാണ്, നിങ്ങൾ അവിടെ കൊടുത്ത് അവിടെ തള്ളിയാൽ അവിടുത്തെ ഹൈക്കോടതി കൊടുക്കണം, ഇവിടെ ഇനിയിപ്പോൾ അതിന് പ്രസക്തിയേ ഇല്ല എന്ന് പറഞ്ഞ് കേസ് തള്ളി. അതാണ് എൻ്റെ ലീഗൽ സംഗതി. അപ്പോൾ ഈ കേസ് തള്ളി, അതായത് ഇവനെ അറസ്റ്റ് ചെയ്യുന്നുള്ള ഇവൻ കൊടുത്തിരുന്ന ആ ഹർജിയെ തള്ളി. കാരണം ഇനി വേറെ ലീഗൽ ഇതിലായി, കേരളത്തിന് യാതൊരു ഉത്തരവാദിത്വമില്ല. അപ്പം ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ ഇനി അവർക്ക് വേണേ മധ്യപ്രദേശ് പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്യാം, പോക്സോ കേസാണ്. അവിടെയാണ് പ്രശ്നം. ഈ കല്യാണം നടത്തി കൊടുത്തത് നിയമവിരുദ്ധ നമ്മുടെ സംഘം നേതാക്കന്മാരുണ്ട്, അവരെയും പ്രതി ചേർക്കും, അവരെ അറസ്റ്റ് ചെയ്യാം. മധ്യപ്രദേശ് ഇവരെ പൊക്കിക്കൊണ്ട് പോയി ഇവിടെ വന്നിട്ട് ഇവർക്ക് വന്ന് ഇവരെല്ലാം പിടിച്ച് ഗോവിന്ദ മാഷി അവരെയും പിടിച്ച് വണ്ടിക്കകത്തിട്ട് കൊണ്ടുപോകുന്നു ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല ഇത് ഭോപ്പാലിലും അല്ല, ഉൾപ്രദേശത്ത് എവിടെയാണ് മധ്യപ്രദേശ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ രണ്ട് തരത്തിലാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ നിയമം അനുസരിച്ച് നമ്മൾ മറ്റൊരു സ്റ്റേറ്റിൽ ചെന്നിട്ട് ആ സ്റ്റേറ്റ് പോലീസിൻ്റെ അനുമതിയോടുകൂടി ചെയ്യണമെന്നൊക്കെയാണ്. പക്ഷെ ഇവരൊന്നും ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ ഇവർ രഹസ്യമായിട്ട് ചെന്ന് ഇവർ തട്ടിക്കൊണ്ടങ്ങ് പോകും. ഇവിടെ വന്ന് ഒരാളെ പിടിച്ചോണ്ടങ്ങ് പോകും. പിടിച്ചു പോയി അവിടെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പം ഇവിടെ വേണമെങ്കിൽ റെഗിമിനെയൊക്കെ എം പി എ കാരണം ബഹളം വെക്കുമായിരിക്കും, ഗോവിന്ദനൊക്കെ വേണം ഇവർക്ക് പിടിച്ചോണ്ട് പോകാം. ഇനി ഇവിടെ സ്റ്റേറ്റിൽ കൊണ്ട് കൊടുത്താലും സ്റ്റേറ്റ് അനുമതി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അവിടെ മധ്യപ്രദേശിൽ കോടതിയുടെ ഉത്തരവുണ്ട്. എന്തായാലും അക്ഷരാർത്ഥത്തിൽ നമ്മുടെ സഖാക്കൾ പെട്ടിരിക്കുകയാണ്. മതേതരത്വമായിരുന്നു കേരള കാണിക്കാൻ വന്ന് കേരള സ്റ്റോറി എന്ന് പറഞ്ഞ സിനിമ കേരളത്തിൽ അവഹേളിച്ചു എന്ന് പറഞ്ഞാൽ റിയൽ കേരള സ്റ്റോറി ഇതാണെന്ന് പറഞ്ഞാൽ ഒരു കഥയെ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് ഇന്നും ഇന്നലെയൊക്കെ എല്ലാവരും ഈ അൻസിബയുടെ പരാതിയിൽ മറ്റേ ടിനി ടോമിനെ എന്തോ പിടിച്ചകത്തിടും ബഹളം വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കോടതി നിർദ്ദേശിച്ചിട്ടും ഇതുവരെ FIR പോലും ഇട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. FIR ഇടും, കോടതി പറഞ്ഞാൽ FIR ഇടായിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവർ പറഞ്ഞ ഉടൻ തന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. ഇനി ഒരു വളരെ കൃത്യമായിട്ടൊരു കാര്യം പറയാം. ടിനി ടോമിനെതിരെ കൊണ്ടുപോയി ഈ അൻസിബ കൊടുത്തിരിക്കുന്ന കേസിൽ FIR ഇവർ പറയുന്നൊക്കെ ഇടും. ജാമ്യയിലെ വകുപ്പ് കിട്ടാലും പോലീസ് തൊടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ചതാണ്, കോടതി പറഞ്ഞുകൊണ്ട് ഇടും. എന്നിട്ട് വീണ്ടും പോലീസ് ഒരു അന്വേഷണം നടത്തി ഒരു പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ട് കോടതി റിപ്പോർട്ട് പോകത്തില്ല, അതിനകത്ത് ഒന്നും സംഭവിക്കാൻ പറ്റില്ല. അതേസമയം ലക്ഷ്മിപ്രിയയും ശ്വേതാമേനോൻ പ്രതിയെ കൊണ്ട് പരാതി കൊടുത്ത് പോലീസ് കേസെടുത്തിട്ട് അവർ വീണ്ടും കോടതി പോകുന്നുണ്ട്. അവിടെയും ശ്വേതാമേനോൻ ഉത്തരവാദിത്വം ഒന്നും ഉണ്ടാകത്തില്ല, അവരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഒന്നും കാണുന്നില്ല. ലക്ഷ്മിപ്രിയ പക്ഷേ എല്ലായിടത്തും ചാനൽ ഒരു യൂട്യൂബ് ചാനൽ ഇന്റർവ്യൂ ലക്ഷ്മിപ്രിയക്കെതിരെ കേസെടുക്കാം. ആ കോടതി പറഞ്ഞ കേസ് എങ്ങാനും അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനും പോകുന്നില്ല. ഇതൊക്കെ ഈ NCB ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു, എന്തോ ഭയങ്കര സംഭവമാണ് തെറ്റിദ്ധരിക്കും. ഇതൊക്കെ ചുമ്മാ ചടങ്ങ് മാത്രം. ഇങ്ങനെ എൻ്റെ പേരിലും എത്ര ഇഷ്ടം പോലെ മാത്രമേ ഉള്ളൂ, അതിൻ്റെ കഥയൊന്നുമില്ല. പ്രത്യേകിച്ച് പഴയ കേരളമല്ല, ഇപ്പോൾ പിണറായിയുടെ കേരളമല്ല, സതീശൻ്റെ കേരളം എന്നൊരു പ്രസക്തി കൂടിയുണ്ട്. എന്തായാലും ഇങ്ങനെ കുറേയധികം സംഭവം കൊണ്ട് നമ്മൾ കടന്നുപോയി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് പിണറായി വിജയൻ എണീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും ഈ ഭരണം കഴിഞ്ഞ് ഇത്രയായിട്ടും പിണറായിയുടെ എതിരെയുള്ളൊരു വികാരം ശക്തമായി തുടരുന്നു. MLA മാരും മന്ത്രിമാരും ഒക്കെ മത്സരിച്ച് ആ കൂട്ടത്തിൽ പിണറായിയുടെ സ്വന്തം പാർട്ടി നേതാവ് താൻ എന്ത് കിഴങ്ങനാണോ എന്തിനാണോ വായി നോക്കിയിരിക്കുക, എഴുന്നേറ്റ് വല്ലതും പറയണോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് പഴയൊരു മുതിർന്ന മാധ്യമപ്രവർത്തനം പറഞ്ഞു, ഒരിക്കലും ഇതല്ല പണ്ടങ്ങനെ അസംബ്ലിയിൽ ഇതല്ല നയനാർ പറിച്ച് നമ്മൾ ഗൗരിയമ്മ ചൂടായെന്ന് ഇതുപോലെ നിങ്ങൾ എന്നിട്ട് മറുപടി പറയാൻ പറഞ്ഞത് അത് തന്നെയാണ് അതിനോട് സംഭവിച്ചത്. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ നേരത്തെ പിണറായിയോട് ഇങ്ങനെയൊക്കെ പിണറായിയുടെ ആ നോട്ടമൊക്കെ കണ്ട് നമുക്ക് സഹതാപം തോന്നും. എന്താ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാകാതെ എന്നിട്ട് എന്തൊക്കെ പറയാ ചെയ്യുന്നത്. 82 വയസ്സ് മാത്രമല്ല, രോഗിയായാലും മനുഷ്യൻ മാനസികമായും തളർന്നതാണ് എല്ലാം കൂടെ വരുമ്പോഴേ. പിന്നെ ഇന്നലെ എന്നോട് ജയശങ്കർ പറഞ്ഞ മാതിരി പിന്നെ ആരാണ് ഈ പിണറായി ഇല്ലേ പിന്നെ നിയമസഭ കയറി ഇരിക്കാൻ പറ്റും കഴിവുള്ള ആരാ ഉള്ളത്? അങ്ങനെയുണ്ട്. അതൊരു വലിയ ചോദ്യമാണ്. ആരാ ഉള്ളത്? അതൊരു ചോദ്യമാണ്. വേറെ ആരാണ് ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞ് ആരെ നയിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് സ്വാഭാവികമായി. എന്തായാലും സതീശൻ്റെ തിളക്കാതെ ഏത് വലിയ വിവാദങ്ങളും അതിജീവിച്ചുകൊണ്ട് തിളങ്ങി മുമ്പോട്ട് പോകുമ്പോൾ പിണറായി വിജയൻ തളർന്നു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ തളർച്ചയും കേരള രാഷ്ട്രത്തിലെ അപൂർവമായ സംഭവം തന്നെയാണ് ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഭരണകക്ഷിയുടെ ഈ ഒരു കാഴ്ച, ഗ്യാപ്പ്. എന്തായാലും ഈ ദുരന്ത കാഴ്ച നമുക്ക് ആനന്ദം നൽകിക്കൊണ്ട് കുറച്ചു കാലം കൂടിയെങ്കിലും തുടരുമെന്ന് കരുതാം. നന്ദി, നമസ്കാരം.